എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് കർത്താവ് നമ്മളെ സ്വയം പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ശ്രവിക്കാം. വെളിപ്പാട് 1:8 ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. പുതിയ നിയമത്തിലെ അവസാന പുസ്തകമാണ് വെളിപ്പാട്. ജോൺ പത്മോസിൽ ആയിരുന്നപ്പോൾ എഴുതിയതാണ്. ഈ പുസ്തകം ദർശനങ്ങളും പ്രതീകാത്മക ഭാഷയും നിറഞ്ഞതാണ്. പ്രാരംഭ അധ്യായം ക്രിസ്തുവിൻ്റെ ദൈവീക അധികാരവും ശാശ്വത സ്വഭാവവും വെളിപ്പെടുത്തുന്നു. ഈ വാക്യത്തെ ചുറ്റിപ്പറ്റിയുള്ള വചനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെക്കുറിച്ചും പ്രപഞ്ചത്തിലെ അവൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവരിക്കുന്നു. അൽഫയും ഒമേഗയും ആരംഭവും അവസാനവും എന്ന നിലയിൽ കർത്താവ് സ്വയം ഇവിടെ പരിചയപ്പെടുത്തുന്നു. കാലത്തിലും നിത്യതയിലും ആയിരിക്കുന്ന നമ്മുടെ കർത്താവിനെ ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ സാധ്യമല്ല. സൃഷ്ടിയുടെ ആരംഭവും ലക്ഷ്യവും അവിടുന്നാണ്. ഈ ലോകത്തിൽ ദൈവിക പദ്ധതി ആവിഷ്കരിച്ച അവിടുന്ന് തന്നെ അത് പരിസമാപ്തിയിലെത്തിക്കും. അവിടുന്ന് ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമാണ്. ക്രിസ്തു നിത്യവും സർവശക്തനാകുന്നു. ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങളാണ് അൽഫയും ഒമേഗയും. ദൈവം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ പ്രതീകമാണ് അവൻ തുടക്കവും അവസാനവും ആണെന്നുള്ളത്. ആരായിരുന്നു വരാനിരിക്കുന്നവൻ എന്ന വാചകം കാലത്തിനതീതമായ ദൈവത്തിൻ്റെ ശാശ്വതമായ അസ്തിത്വത്തെ ഊന്നിപ്പറയുന്നു. സർവശക്തനായ ഈ ശീർഷകം എല്ലാ സൃഷ്ടികളുടെയും മേൽ ദൈവത്തിൻ്റെ പരമമായ ശക്തിയും അധികാരവും ഉറപ്പിക്കുന്നു. ഈ വാക്യം ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ശക്തമായ പ്രഖ്യാപനമായി വർത്തിക്കുന്നു. ചരിത്രത്തിൻ്റെയും വിധിയുടെയും മേലുള്ള അവൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് അത് വിശ്വാസികൾക്ക് ഉറപ്പ് നൽകുന്നു. തന്നെ ആദിയും ഒടുക്കവുമായി തിരിച്ചറിയുന്നതിലൂടെ താൻ സൃഷ്ടിയെ സ്ഥാപിച്ചുവെന്ന് ദൈവം ഉറപ്പിച്ചു പറയുകയും അത് ഉദ്ദേശിച്ച നിയമനത്തിലെത്തുകയും ചെയ്യും. അനിശ്ചിത കാലങ്ങളിൽ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുകയും ഭൂതകാലവും വർത്തമാനവും ഭാവിയും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് ഓർക്കുകയും വേണം. മാറ്റത്തിനിടയിൽ സ്ഥിരതയുള്ളതും ശാശ്വതവുമായ ബന്ധം തേടുക. അവൻ അൽഫയും ഒമേഗയുമാണെന്ന് തിരിച്ചറിയുന്നതിലൂടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ നിവർത്തിയിൽ നമുക്ക് പ്രത്യാശിക്കാം. ദൈവമാണ് തുടക്കവും അവസാനവും ആയതിനാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അവൻ്റെ വലിയ പദ്ധതിയിലേക്ക് എങ്ങനെ സംഭാവന ചെയ്യുന്നുവെന്ന് അവൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും നാം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹപിതാവേ, ദൈവത്തിൻ്റെ ശാശ്വത സ്വഭാവത്തിൻ്റെയും അവൻ്റെ പരമമായ അധികാരത്തിൻ്റെയും സാരാംശം ആഴത്തിൽ മനസ്സിലാക്കാനും അവനിൽ ആശ്രയിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.